നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ മൂന്നാമത്തെ യൂണിറ്റായ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്നുള്ള യൂണിറ്റിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ പേജ് നമ്പർ 41 പ്രീകേഴ്സർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗം മുതലാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയത് 15 ഓഗസ്റ്റ് 1947 1947 ഓഗസ്റ്റ് 15. പക്ഷേ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് 26 ജാനുവരി 1915 ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുകയും 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള 2.5 വർഷക്കാലം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ? അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായും ഉണ്ടാവാം. അതിൻ്റെ ഉത്തരമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇന്ത്യക്ക് ആ സമയത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അത് 1935 ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കുന്നത്. 1935 പാസ്സാക്കിയ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ പ്രകാരമാണ്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈ പറഞ്ഞ 2.5 വർഷക്കാലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ചോദ്യം എന്ന് പറയുന്നത് പ്രീകേഴ്സർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുൻഗാമി എന്നുള്ളത് ആരാണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് അവിടെ വരാം. പ്രീകേഴ്സർ ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഒരു സെൻറ്റൻസ് രീതിയിൽ പറഞ്ഞാൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935. അപ്പോൾ അതാണ് നമുക്ക് അവിടെ നിന്ന് ചോദിക്കാവുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുൻഗാമി എന്നുള്ള രീതിയിൽ ഏതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുൻഗാമി എന്നൊരു ചോദ്യം നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ടുള്ളത്, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935 എന്ന് പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുൻഗാമി, അതിലെന്തെല്ലാം ഫീച്ചേഴ്സാണ് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ട് നമുക്ക് 5 ഫീച്ചേഴ്സാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. പേജ് നമ്പർ 42 നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുൻഗാമിയായിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരു പിക്ചർ കാണാം. അതിനോട് ചേർത്ത് നമുക്ക് അതിൻ്റെ പോയിന്റുകളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകളാണ് നമുക്ക് അതിനകത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ പോയിന്റുകളെല്ലാം ഞാനൊന്ന് വായിക്കാം. അതിൽ ആദ്യത്തേത് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ഇൻ 6 provinces എന്നാണ്. അതായത് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ എന്ന് പറയുന്നത് ദി സഭയാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ സെൻട്രലിലുള്ളത് ബൈക്യാമറലാണ്. ലോകസഭയും രാജ്യസഭയും ഉള്ളതുപോലെ തന്നെ അന്ന് പ്രൊവിൻസസിലെല്ലാം എന്തുണ്ടായിരുന്നു? ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ദി സഭകളുണ്ടായിരുന്നു. അതാണ് ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ഇൻ 6 provinces. അടുത്തതായി രണ്ടാമത്തെ പോയിന്റ്, ബൈക്യാമറൽ ലെജിസ്ലേറ്റർ അറ്റ് ദ സെൻട്രൽ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, സെൻട്രലിലെ ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ആണ്, ദി സഭകളാണ് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും പണ്ടും ഉണ്ടായിരുന്നതും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബൈക്യാമറൽ ലെജിസ്ലേറ്റർ അറ്റ് ദ സെൻറ്റർ എന്നുള്ളതാണ്. അടുത്തതായി മൂന്നാമത്തെ പോയിന്റാണ്. മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ പ്രോവിൻസസ്. അപ്പോൾ പവർ എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് സെൻറ്ററിലും പ്രോവിൻസസിലും ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. രണ്ടുപേർക്കും തീരുമാനമെടുക്കാൻ പറ്റുന്ന വിഷയങ്ങളുമുണ്ട്. അപ്പോൾ പവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സെൻറ്ററിലും പ്രോവിൻസസിലുമായിട്ടാണ്. അതാണ് അന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ പ്രോവിൻസസ്. അടുത്തതായി സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ്, വിമൻ ആൻഡ് വർക്കേഴ്സ് എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. അതായത് പ്രത്യേക മണ്ഡലങ്ങൾ, അതായത് വീക്കർ സെക്ഷനുകളുടെയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും വർക്കേഴ്സിന് വേണ്ടി പ്രത്യേക മണ്ഡലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ വീക്കർ സെക്ഷനായിട്ടുള്ള, അതായത് ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും വർക്കേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ ഇപ്പോഴും മണ്ഡലങ്ങൾ റിസർവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതാണ് നാലാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്.
സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെഷൻസ്, വിമൻ ആൻഡ് വർക്കേഴ്സ്. അടുത്തതായി ലാസ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് 321 സെഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾസ് എന്നാണ്. അതായത് 321 സെഷനുകളും 10 ഷെഡ്യൂളുകളും ഈ പറഞ്ഞ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ നമ്മുടെ പ്രധാനമായിട്ടും 5 പോയിന്റുകളാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. 5 കാര്യങ്ങളല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലും 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ നിന്ന് നമുക്ക് അപ്പോൾ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935? അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് പറഞ്ഞ 5 പോയിന്റുകളാണ്. അതിൻ്റെ പോയിന്റുകൾ ഒന്നും കൂടെ വായിക്കാം. ഒന്നാമതായി, ബൈക്യാമറൽ ലെജിസ്ലേറ്റർ ഇൻ 6 provinces, bicameral legislature at the central, power divided between central and the provinces, special constituents for weaker sections, women and workers, 321 sections and 10 schedules. ഇത്രയുമാണ് ഫീച്ചേഴ്സ് ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടുവേഡ്സ് ഫ്രെയിമിംഗ് എന്നുള്ള ഭാഗമാണ്. പേജ് നമ്പർ 42 ലാസ്റ്റ് സെക്ഷനാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞിരിക്കുന്നത് ക്യാബിനറ്റ് മിഷനെ പറ്റിയാണ്. അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 1946 ക്യാബിനറ്റ് മിഷനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിക്കുകയുണ്ടായി. ആ ക്യാബിനറ്റ് മിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മളിലേക്ക് തരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ക്യാബിനറ്റ് മിഷൻ്റെ ഉദ്ദേശം. അങ്ങനെ ഇവിടെ എത്തിയ ക്യാബിനറ്റ് മിഷൻ നമ്മളോട്, ഇന്ത്യക്കാരോട് അല്ലെങ്കിൽ അന്നത്തെ നേതാക്കന്മാരോടായിട്ട് ആവശ്യപ്പെട്ടത് നമ്മൾ സ്വതന്ത്ര ഇന്ത്യക്ക് ഒരു പുതിയ നിയമ സംഹിത രൂപീകരിക്കണം എന്നുള്ളതാണ് ആ ക്യാബിനറ്റ് മിഷൻ ആവശ്യപ്പെട്ടത്. അതിന് പ്രകാരം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മൾ രൂപീകരിക്കുകയുണ്ടായി. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാൻ കാരണമായത് എന്ന് പറയുന്നത് നമ്മുടെ ക്യാബിനറ്റ് മിഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്, എ കോഡ് ഓഫ് ലോ ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് വൺ ഓഫ് ദ മെയിൻ പ്രൊപ്പോസൽ ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ that visited India in 1946 to discuss the transfer of power. The Constituent Assembly was formed with this objective. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചതാണ്. ക്യാബിനറ്റ് മിഷൻ്റെ പ്രൊപ്പോസലായിരുന്നു നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കണം എന്നുള്ളത്. അപ്പോൾ അത്രയാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ക്യാബിനറ്റ് മിഷൻ ആണ്. ആ ക്യാബിനറ്റ് മിഷനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാവാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കാൻ നമുക്ക് കാരണമായിട്ടുള്ളത് ഈ പറഞ്ഞ ക്യാബിനറ്റ് മിഷനാണ്. അടുത്തതായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കീ ഫീച്ചേഴ്സ്, അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കീ ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഇവിടെ പുസ്തകത്തിൽ തന്നിരിക്കുന്നത് 6 പോയിന്റുകളാണ്. ഞാൻ പറയാൻ പോകുന്നത് 6 പോയിന്റുകളെയും പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഓർഡറിലല്ല, മറ്റൊരു ഓർഡറിൽ ഞാൻ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. കാരണം എനിക്ക് അത് കുറച്ച് എളുപ്പമായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് തോന്നുന്നത് ആ ഓർഡറാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഓർഡർ പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളുക. പുസ്തകത്തിൽ നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതിലെ ഒന്നാമത്തേത് ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946 എന്നുള്ളതാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗ് നടക്കുന്നത് 1946 December 9 അപ്പോൾ ഒന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുന്നത് ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946 ആണ്. രണ്ടാമത്, നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നടക്കുമ്പോൾ അതിന് ഒരു ചെയർമാൻ ഉണ്ടാവണം, അതിനെ നയിക്കുന്നതിന് വേണ്ടി ഒരു ചെയർമാൻ ഉണ്ടാവണം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ദ ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതായത് രാജേന്ദ്ര പ്രസാദ് ആണ് ഇതിൻ്റെ ഇലക്റ്റഡ് ചെയർമാൻ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ദ ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് മൂന്നാമത്തെ കീ ഫാക്ടേഴ്സിൽ മൂന്നാമതായിട്ട് പറയുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ച് കഴിയുമ്പോൾ അതിന് പല കമ്മിറ്റികളുണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. അതിൻ്റെ ചെയർമാൻ്റെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ.
അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് എഴുതി തയ്യാറാക്കുക, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഡോക്ടർ BR അംബേദ്കറിനെ ആർക്കിടെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റാണ് നമ്മൾ പറയുന്നത്, ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. അടുത്തതായി ഞാൻ പറയുന്നത് നാലാമത്തെ പോയിന്റ്, ഫ്രെയിമിംഗ് പീരീഡ് ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തെടുക്കുന്നതിനെടുത്ത സമയം എന്നുള്ളതാണ്. അത് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. അപ്പോൾ നമുക്ക് നാലാമത്തെ പോയിന്റായിട്ട് ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days. അപ്പോൾ നാലാമത്തെ പോയിന്റ് അതാണ് പറയുന്നത്, ഫ്രെയിമിംഗ് പീരീഡ് ആണ്. ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days. പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഈ പറഞ്ഞ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി അത് അവതരിപ്പിക്കുകയും ഒരുപാട് കാലത്തെ ചർച്ചകളും മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയും അത് സൈൻ ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ നമ്മളത് സ്വീകരിക്കുകയും അത് അംഗീകരിക്കുകയും അതിൽ ഒപ്പുവെക്കുകയൊക്കെ ചെയ്ത ഒരു ഡേറ്റ് ആണ്. അത് 26 November 1949 ആണ്. അപ്പം Constitution adopted and signed on 26 November 1949. അതാണ് അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫ്രെയിമിംഗ് പീരീഡും കഴിഞ്ഞ് അത് നമ്മൾ അംഗീകരിക്കപ്പെട്ടു. ആ ഡേറ്റ് നമ്മൾ ഓർത്തിരിക്കണം. 26 November ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കപ്പെട്ട അതല്ലെങ്കിൽ അതിൽ സൈൻ ചെയ്യപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് 26 November 1949 ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 November 1949. അടുത്തതായി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അംഗീകരിക്കപ്പെട്ടു. ഇനി കെയിം ഇൻ ടു എഫക്റ്റ് ആണെന്നുള്ളത്, അത് നിലവിൽ വന്നു തുടങ്ങി, അതായത് അതിൽ നിലവിൽ അതിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നമ്മുടെ ഭരണം ആരംഭിച്ചു തുടങ്ങിയത്. അതാണ് നമ്മൾ റിപ്പബ്ലിക് ആയത്. അതാണ് 26 January 1950 ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ എഫക്റ്റിലേക്ക് വന്ന ദിവസം. അതാണ് നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 January 1950. അതാണ് ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്കായി. അങ്ങനെയാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നത്. അപ്പോൾ റിപ്പബ്ലിക് ഡേ അത് നമ്മൾ എല്ലാ വർഷവും January 26 റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാറുമുണ്ട്. അപ്പോൾ ലാസ്റ്റ് പോയിന്റ്, കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 January 1950. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പം പറഞ്ഞത്. കീ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും 6 പോയിന്റുകളാണുള്ളത്. ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946. The elected chairman Dr. Rajendra Prasad. Chairman of the drafting committee Dr. BR Ambedkar. Framing period 2 years 11 months 17 days. Constitution adopted and signed on 26th November 1949. Came into effect on 26th January 1950. ഈ പോയിന്റുകൾ വളരെ നിർബന്ധമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെ പഠിക്കേണ്ടതായിട്ടുള്ള 6 പോയിന്റുകളാണ്. പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് അതിനകത്ത് തന്നെ വരുന്നതാണ് 2 കാര്യങ്ങൾ. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നറിയപ്പെടുന്നത് 26 November ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അതുപോലെ ഇന്ത്യ ബിക്കം റിപ്പബ്ലിക് ആയത് 26th January 1950 ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് അതിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു ഡേറ്റും കൂടെ ഓർത്തിരിക്കണം. ഫസ്റ്റ് മീറ്റിംഗ് 9th December 1946 ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കറിനെ അറിയപ്പെടുന്നത് ആർക്കിടെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് അതിനകത്ത് ഓർത്തിരിക്കുക. ഈ പോയിന്റുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ഭാഗമാണിത്. അടുത്തതായി പേജ് നമ്പർ 44 ഡൈവേഴ്സ് ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. അതിനു മുമ്പ് നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തേത്, ഇന്ത്യയുടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയാണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ളത് ഇന്ത്യയുടെയാണ്.
അതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 22 പാർട്സ്, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾസ് ആണ്. അതായത് 22 പാർട്ടുകളും 395 ആർട്ടിക്കിളുകളും 8 ഷെഡ്യൂളുകളുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. 22 പാർട്സ്, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾസ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 പാർട്ടുകളും 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂൾസും ആണുള്ളത്. അടുത്തതായി നമുക്കുള്ളതെന്ന് പറയുന്നത് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അത് അതിൻ്റെ പോയിന്റുകൾ ഓർത്തിരിക്കേണ്ട, ഹെഡിങ്ങുകൾ ഓർത്തിരിക്കേണ്ടതും അതിനകത്ത് പറയുന്ന ആ ഓരോ ഹെഡിൻ്റെയും കീഴിലുള്ള കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് പുസ്തകത്തിൽ. ആ കാര്യങ്ങളും കൂടി കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പം നമുക്ക് മെയിൻ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. ആ ഫീച്ചേഴ്സ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല, എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കേണ്ടതാണ്. ഒന്നാമത്തേത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. ദ ലെജിസ്ലേറ്റർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ നിയമനിർമ്മാണം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് ലെജിസ്ലേറ്ററാണ്. അപ്പം നമ്മുടെ ഭരണത്തിൻ്റെ പ്രത്യേകത ഏതാണ്? പാർലമെൻ്ററി ഡെമോക്രസിയാണ്. ദ ലെജിസ്ലേറ്റർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് നമ്മുടെ നിയമനിർമ്മാണ സഭയാണ്. രണ്ടാമത്തേത് പോപ്പുലർ സോവറിൻ ആണ്. പോപ്പുലർ സോവറിൻ എന്ന് പറയുന്നത് ജനങ്ങളിലാണ് പരമാധികാരം. ജനങ്ങളുടെ പരമാധികാരത്തിലാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതാണ് അതിനകത്ത് വിശദീകരണമായി കൊടുത്തിരിക്കുന്നത്. ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദ പീപ്പിൾ. എല്ലാ പവേഴ്സും ഉത്ഭവിച്ചു വരുന്നത് ജനങ്ങളിൽ നിന്നാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. പോപ്പുലർ സോവറിൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. പോപ്പുലർ സോവറിൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പരമാധികാരം ഉണ്ട് എന്നുള്ളതാണ്. അടുത്തതായി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ മൗലിക അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഓരോ അവകാശങ്ങളുണ്ട്. അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിശദീകരണം. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സർട്ടൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്. അതായത് രാഷ്ട്രം ഓരോരുത്തർക്കും ചില അവകാശങ്ങൾ നൽകേണ്ടതാണ്. ഗ്യാരണ്ടീഡ് ആണ്. ഗ്യാരണ്ടീഡ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കിട്ടേണ്ടതാണ്, ഉറപ്പായും കിട്ടേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ നമുക്കത് ചോദ്യം ചെയ്യാനും സാധിക്കുന്നതാണ്. അങ്ങനെ പല അവകാശങ്ങളുമുണ്ട്. ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, മൗലിക അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നിർബന്ധമായിട്ടും നമുക്ക് കിട്ടേണ്ടതാണ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അടുത്തതായി നാലാമത്തേതായി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ തന്നെ നമുക്ക് മൗലികമായിട്ടുള്ള ചില കടമകൾ കൂടിയുണ്ട്, ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. അതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതായത് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവരി ഇൻഡിവിജ്വൽസ് ഓസ് ടു ദ നേഷൻ ആൻഡ് സൊസൈറ്റി. ഈ രാജ്യത്തിന് വേണ്ടിയും സൊസൈറ്റിക്ക് വേണ്ടിയും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മളത് ചെയ്യുന്നില്ല എന്നെങ്കിൽ നമുക്കെതിരെ കേസെടുക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളുമാണ്. അടുത്തതായി അഞ്ചാമതായി ഉള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളതാണ്. ഒരു രാജ്യം അവിടുത്തെ പൗരന്മാർക്ക് നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്ഷേമരാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും നമുക്ക് നൽകേണ്ടതല്ല. അതുകൊണ്ട് നമുക്കതിനെ ചോദ്യം ചെയ്യാനോ കിട്ടിയില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. അതൊരു നിർദ്ദേശക തത്വമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അഞ്ചാമത്തെ ഭാഗമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഡയറക്ഷൻ ഗിവൺ ടു ദ സ്റ്റേറ്റ് ടു എൻഷുർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അടുത്തതായി ആറാമതായി തന്നിരിക്കുന്നത് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരും രാജ്യത്തിൻ്റെ നിയമത്തിന് ബാധകമാണ്. ആരും നിയമത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ നിയമത്തിന് ഉപരിയായിട്ട് മുകളിലായിട്ട് ആരുമില്ല. അത് ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ് എന്നുള്ളതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ഓൾ സിറ്റിസൺസ് ആർ സബ്ജക്റ്റഡ് ടു ദി ലോ, നോ വൺ ഈസ് എബവ് ദ ലോ. അതായത് എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയമാണ്. അതുപോലെ തന്നെ ഒരാൾ പോലും നിയമത്തിന് അതീതനുമല്ല.
അടുത്തതായി ഏഴാമതായി പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്നുള്ളതാണ്. അതായത് ഒരു നിശ്ചിത പ്രായം എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കും. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ളതാണ് എൻ്റെ മലയാളം. അതിപ്പോൾ നമുക്ക് 18 വയസ്സാണ് വോട്ടവകാശത്തിനായിട്ട് ഉള്ളത്. നേരത്തെ അത് 20 വയസ്സായിരുന്നു, അത് പിന്നീട് 18 വയസ്സാക്കിയതാണ്. അപ്പോൾ 18 വയസ്സ് എത്തിയ എല്ലാ പൗരന്മാർക്കും, ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശം ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. റൈറ്റ് ടു വോട്ട് ഗിവൺ ടു ഓൾ ഹൂ അറ്റൈൻഡ് എ പർട്ടിക്കുലർ ഏജ്. ഒരു പ്രത്യേക പ്രായത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്തുണ്ട്? വോട്ടവകാശം ഉണ്ട്. അതിനെയാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. അടുത്തതായി എട്ടാമതായി പറഞ്ഞിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി എന്ന് പറയുന്നത്. നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത്, നിയമ സംവിധാനം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വതന്ത്രമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇംപാർഷ്യൽ ആണ്, എന്ന് വെച്ചാൽ ആരോടും വിധേയമില്ലാത്ത, പാർഷ്യാലിറ്റി കാണിക്കാത്ത ഒരു ജുഡീഷ്യറിയാണ്. അതാണ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറിയെ നമ്മുടെ എക്സിക്യൂട്ടീവിനോ ലെജിസ്ലേറ്ററിനോ ഒന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല, നിയന്ത്രിക്കാൻ സാധിക്കില്ല. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ് ഇടയ്ക്ക് നമ്മൾ പത്രങ്ങളിൽ കാണാറുള്ളത്. കോടതി സർക്കാരിനെ വിമർശിക്കാറും സർക്കാരിനെതിരെയുള്ള വിധി പറയാറും മന്ത്രിമാർക്കെതിരെയൊക്കെ വിധി പറയാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അവിടുത്തെ ജഡ്ജിമാരെ നിയമിക്കുന്നത് പോലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ കൂടിയാണ്. അവിടെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് അതിൽ കൈകടത്താനുള്ള അവകാശമില്ല. അതാണ് എട്ടാമത്തെ പോയിന്റ്. ഇൻഡിപെൻഡൻ്റ് ആൻഡ് impartial judiciary. The judicial system is independent of the legislator and executive. അതാണ് എട്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഒൻപതാമത്തെ പോയിന്റ് ഫെഡറലിസം ആണ്. ഫെഡറലിസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിലുള്ള ഭരണമാണുള്ളത്. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, മറ്റൊന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുണ്ട്. എല്ലാ സ്റ്റേറ്റുകൾക്കും അതിൻ്റേതായ ഗവൺമെൻറ്റും ഉണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ചില ഭാഗങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന ചില വിഷയങ്ങൾ, അതിനെ നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിപ്പോൾ ഇന്ത്യക്ക് മിലിറ്ററി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് മിലിറ്ററിയുടെ തന്നെ പല ഭാഗങ്ങളുണ്ട്. ഇന്ത്യക്ക് ആറ്റം ബോംബുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു യുദ്ധത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ രാജ്യസുരക്ഷ നോക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്റ്റേറ്റിന് ചെയ്യാൻ സാധിക്കില്ല. അതെല്ലാം യൂണിയന് മാത്രമേ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനത്തെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ, പട്ടാളക്കാരെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യസുരക്ഷ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ലിസ്റ്റാണ്. അതിനകത്ത് ഒരു സ്റ്റേറ്റിനും ഇടപെടാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് യൂണിയൻ്റെ കീഴിൽ മാത്രം വരുന്ന ഒരു ചുമതലയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റിന് മാത്രമായിട്ടുള്ള പല ചുമതലകളുണ്ട്. സ്റ്റേറ്റിന് മാത്രമായിട്ടുള്ള പല ചുമതല എന്ന് പറയുന്നത് ഒന്നാണ് നമ്മുടെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത്. നമ്മുടെ പോലീസ് സംവിധാനത്തിൽ നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ സ്റ്റേറ്റ് പോലീസാണ് അന്വേഷിക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ സ്റ്റേറ്റാണ്. അതിനകത്ത് നമ്മുടെ യൂണിയന്, സെൻട്രൽ ഗവൺമെൻറ്റിന് ഇടപെടാനേ സാധിക്കില്ല. അപ്പോൾ അത് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി മൂന്നാമതായിട്ടുള്ളതാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയും. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിനും സെൻട്രലിനും ഒരേപോലെ അധികാരമുള്ള ചില നിയമങ്ങളുണ്ട്, ചില ഭാഗങ്ങളുണ്ട്. അതിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനും അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനും അതിനകത്ത് തീരുമാനമെടുക്കും. രണ്ടുപേരും കൂടെ ചേർന്നാണ് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതാണ് നമ്മുടെ പാഠപുസ്തകങ്ങളും മറ്റു ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പലപ്പോഴും അതിൻ്റെ പൈസകളുമൊക്കെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നേരിട്ടൊരു തീരുമാനം എടുക്കുന്ന, രണ്ടുപേരും കൂടെ യോജിച്ച് തീരുമാനം എടുക്കുന്നതിനെയാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. എ സിസ്റ്റം ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ്. അതായത് സെൻട്രലിനും സ്റ്റേറ്റിനും പവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. അത് 3 രീതിയിലാണ് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അത് നമുക്ക് പഠിക്കാനില്ല, എങ്കിലും ഞാൻ ഒരു കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായി ലാസ്റ്റ് പോയിന്റ് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. നമ്മുടെ പൗരത്വം നമുക്ക് സിംഗിൾ സിറ്റിസൺ ആണ്, എന്ന് വെച്ചാൽ ഏക പൗരത്വമാണുള്ളത്. ഇന്ത്യക്കാർക്കെല്ലാം ഒറ്റ പൗരത്വമാണ് നിലനിൽക്കുന്നത്. നമ്മളിപ്പം കേരളത്തിൽ താമസിക്കുന്നവർക്ക് കേരളത്തിൻ്റെ ഒരു പൗരത്വം, തമിഴ്നാട്ടിൽ താമസിക്കുന്നവർക്ക് തമിഴ്നാട്ടിലൊരു പൗരത്വം, അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാവർക്കും ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്ന ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. This is only one citizenship in the country. There is no separate citizenship
ഫോർ സ്റ്റേറ്റ്സ്, അതായത് സ്റ്റേറ്റുകൾക്ക് സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഇല്ല. നമ്മൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും, അത് ഏത് സ്റ്റേറ്റ് ആണെങ്കിലും, കേരളം ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഉത്തർപ്രദേശ് ആണെങ്കിലും ഏത് സ്റ്റേറ്റുകൾക്ക് ഉള്ള ആളുകൾക്കും ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, അതാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. അപ്പോൾ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് ഒന്നും കൂടെ പറയാം. ഞാനൊരു ഹെഡിങ്ങുകൾ വായിക്കാം. 10 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. പാർലമെൻ്ററി ഡെമോക്രസി, പോപ്പുലർ സാവറിൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, റൂൾ ഓഫ് ലോ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, ഇംപാർഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, ഫെഡറലിസം, സിംഗിൾ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഈ പറഞ്ഞ 10 കാര്യങ്ങളും പഠിക്കുകയും വേണം, പേരുകൾ കൃത്യമായും പഠിക്കണം. അതോടൊപ്പം തന്നെ അതിനകത്ത് എന്താണ്, ഓരോന്നും എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. അത് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പേജ് നമ്പർ 45 നമുക്ക് നോക്കിയാൽ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ കാണാൻ പറ്റും. അവിടെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അകത്ത് ഉത്തരങ്ങൾ നൽകാനും ഉള്ള ഒരു ഓപ്ഷനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താനുമുള്ള ഭാഗമായിട്ട് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 45 അത് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ ഏതാണ് അതിനകത്ത് ശരിയായിട്ട് വരുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ ചോദ്യങ്ങൾ അതിൻ്റെ ഹെഡിങ് ഞാനൊന്ന് വായിക്കാം. ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, ഡ്രോ എ സ്മൈലി എഗനസ്റ്റ് ദ കറക്റ്റ് വൺ ആൻഡ് മറ്റൊരു സ്മൈലി, അതായത് മുഖം താഴേക്കുള്ളത്, ടു ദ റോങ് വൺ. അപ്പോൾ 2 സ്മൈലിയാണ് അവിടെ തന്നിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ളതിന് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഭാഗം ചേർക്കുക, കറക്റ്റായിട്ടുള്ള ഫിഗർ വരച്ച് ചേർക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഫിഗർ വരയ്ക്കുന്നില്ല, നമ്മൾ ടിക്ക് ഇടാം. ഇത് ഏതൊക്കെ ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായി തന്നിരിക്കുന്നത് അവർ കോർട്ട് വർക്ക്സ് അണ്ടർ ഗവൺമെൻറ്റ്സ്, അതായത് നമ്മുടെ കോടതികൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മളിവിടെ മുമ്പേ പറഞ്ഞിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കീഴിലാണോ പ്രവർത്തിക്കുന്നത് നിങ്ങളിവിടെ മുമ്പേ പറഞ്ഞിരുന്നു. അത് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. നമ്മുടെ കോർട്ടുകൾ ലെജിസ്ലേറ്ററിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ കീഴിലല്ല പ്രവർത്തിക്കുന്നത്, അത് പ്രത്യേകമായി, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം തെറ്റാണ്. അവർ കോർട്ട്സ് വർക്ക്സ് അണ്ടർ ഗവൺമെൻറ്റ്സ് എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം തെറ്റാണ്. അടുത്തതായിട്ടുള്ളത് രണ്ടാമത്തേത്, സെർട്ടൺ പവേഴ്സ് ആർ വാസ്റ്റഡ് എക്സ്ക്ലൂസീവ്ലി വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ചില അധികാരങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമായിട്ട് ഉള്ളതാണ് എന്നുള്ളത്. അത് ശരിയാണ്. ചില അധികാരങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമായിട്ടുള്ളതാണ്, ചില അധികാരങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമായിട്ടുള്ളതാണ്, ചില അധികാരങ്ങൾ 2 പേർക്കും കൂടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, സെർട്ടൺ പവേഴ്സ് ആർ വാസ്റ്റഡ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, എവരി വൺ ഹൂ ടേൺസ് 18 ഹാസ് ദ റൈറ്റ് ടു വോട്ട്, അതായത് 18 വർഷം കഴിഞ്ഞ അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും വോട്ടവകാശം ഉണ്ട് എന്നുള്ളത്. അത് ശരിയാണ്. അതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തിനകത്ത് വരുന്നതാണ്. ഒരു പ്രത്യേക പ്രായത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മൂന്നാമത്തേത്, എവരി വൺ ഹൂ ടേൺസ് 18 ഹാസ് ദ റൈറ്റ് ടു വോട്ട് എന്നുള്ളത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത നാലാമത്തത്, നോ വൺ ഈസ് എബോവ് ദ ലോ, ആരും നിയമത്തിന് മുകളിൽ അല്ല എന്നുള്ളത്. അത് ശരിയാണ്. നോ വൺ ഈസ് എബോവ് ദ ലോ, ആരും നിയമത്തിന് മുകളിലല്ല, എല്ലാവരും സമന്മാരാണ്. അത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഭാഗത്ത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തതായി അഞ്ചാമതായി പറഞ്ഞിരിക്കുന്നത്, എ പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു പൗരന് സ്റ്റേറ്റിലെ സിറ്റിസൺഷിപ്പ് വേണം, നാഷണൽ സിറ്റിസൺഷിപ്പ് കൂടാതെ അതും കൂടെ വേണം എന്നുള്ളത്. അങ്ങനെ ഒരു ഭാഗം നമുക്കില്ല. നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പാണുള്ളത്. അതുകൊണ്ട് ആ പോയിന്റ് തെറ്റാണ്. എ പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തതായിട്ട്, ഇൻ ഡെമോക്രസി ദ പീപ്പിൾ ആർ സവറിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെമോക്രസിയിലെ, നമ്മുടെ ജനാധിപത്യത്തിലെ പീപ്പിളാണ്, ആളുകളാണ് പരമാധികാരികൾ, ജനങ്ങളാണ് അതിൻ്റെ പരമാധികാരികൾ എന്നുള്ളതും അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പോപ്പുലർ സാവറിൻ എന്നുള്ള നമ്മുടെ ഭാഗത്ത് കിടപ്പുണ്ട്. ഇൻ ഡെമോക്രസി ദി പീപ്പിൾ ആർ സാവറിൻ. അടുത്ത പോയിന്റ്, ആസ് വി ഹാവ് റൈറ്റ്സ് സോ വി ഹാവ് ഡ്യൂട്ടീസ് ടു എന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ്സ് ഉണ്ട്, അവകാശങ്ങളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡ്യൂട്ടീസും ഉണ്ട്. ശരിയായ കാര്യമാണ്. അതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും. ആസ് വി ഹാവ് റൈറ്റ്സ് സോ വി ഹാവ് ഡ്യൂട്ടീസ് ടു എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലാസ്റ്റ് പോയിന്റ്,
നോ വൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂളേഴ്സ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂളേഴ്സിൻ്റെ പുറത്ത്, അതായത് നമ്മുടെ ഭരണാധികാരികളുടെ മുകളിൽ ആർക്കും കൺട്രോൾ ഇല്ല എന്നുള്ളത് അത് തെറ്റാണ്. അങ്ങനെ അല്ല, നമ്മൾ ജനങ്ങൾക്കാണ് പരമാധികാരം. അപ്പോൾ നോ വൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂളേഴ്സ് എന്ന് പറയുന്നത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 8 സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൽ ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതേ മാതൃകയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ടും ഈ പറഞ്ഞ ഫീച്ചേഴ്സും അതിൻ്റെ താഴെ തന്നിരിക്കുന്ന ചെറിയ ഡിസ്ക്രിപ്ഷൻസുകളും അതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക വെച്ച് വെക്കുക. ഓരോ പോയിന്റുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. ഈ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 3-ൽ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി.